പ്ലാനിംഗ് സ്റ്റേജ്. ഒരു സിനിമ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുതൽ ഒരു സിനിമയുടെ പ്ലാനിംഗ് ഘട്ടം ആരംഭിക്കുകയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ സിനിമയ്ക്കായി കണ്ടെത്തുന്നു. അതിനെ തിരക്കഥയായി രൂപപ്പെടുത്തുന്നു. ആ തിരക്കഥ സിനിമയാക്കാൻ പ്രാപ്തിയുള്ള ഒരു നിർമ്മാതാവിനെ കണ്ടെത്തി സിനിമയ്ക്ക് തുടക്കം കുറിക്കുന്നു. ഇനി നിങ്ങളുടെ സ്ഥാനത്ത് ഒരു നിർമ്മാതാവിനെ സങ്കല്പിച്ചു നോക്കുക. തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ അത് മികവുറ്റ രീതിയിൽ സംവിധാനം ചെയ്യാൻ കഴിവുള്ള ഒരു സംവിധായകനെ കണ്ടെത്തുകയാണ് നിർമ്മാതാവ് ആദ്യം ചെയ്യുക. തിരക്കഥ എഴുതാൻ കഴിവുള്ള വ്യക്തിയാണ് സംവിധായകനെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് തിരക്കഥ രചിപ്പിക്കുകയോ അല്ലെങ്കിൽ തിരക്കഥ എഴുതാൻ പ്രാവീണ്യമുള്ള മറ്റൊരാളെ കൊണ്ട് തിരക്കഥ എഴുതിക്കുകയോ ചെയ്യുന്നു. നിർമ്മാതാവ് സിനിമയ്ക്കായി വിനിയോഗിക്കുന്ന മുതൽ മുടക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിനേതാക്കൾ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുക. പ്രമുഖരായ നടീനടന്മാരെ വെച്ച് സിനിമ ചെയ്യുവാനാണ് നിർമ്മാതാവ് താല്പര്യപ്പെടുന്നതെങ്കിൽ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ അഭിനേതാക്കളെ തീരുമാനിച്ചുകൊണ്ട് അവർക്ക് നൽകേണ്ട പ്രതിഫല തുകയും ടെക്നീഷ്യൻസിനും മറ്റും നൽകേണ്ട പ്രതിഫല തുകയും കണക്കാക്കി ഒരു രൂപരേഖ തയ്യാറാക്കുന്നു. സിനിമാ നിർമ്മാണത്തിന് ആവശ്യമായ ആകെ തുകയുടെ ഏകദേശ ധാരണ ലഭിക്കുന്നതിനാണ് ഈ രേഖ തയ്യാറാക്കുന്നത്. ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യൻസിനെയും ബുക്ക് ചെയ്യുന്നതിന് മുമ്പായി തയ്യാറാക്കുന്ന ഈ താൽക്കാലിക രേഖയെ മോഡൽ ബഡ്ജറ്റ് എന്നാണ് പറയുന്നത്. ഇവയുടെ ആകെ തുകയാണ് നിങ്ങളുടെ സിനിമാ നിർമ്മാണത്തിന് ആവശ്യമായ മുടക്കുമുതൽ. നിർമ്മാതാവിന് താല്പര്യമെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കാം. ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ സഹായത്തോടെ ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യൻസിനെയും ബുക്ക് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നൊരു സ്ഥാനപ്പേര് കൊടുത്ത് സിനിമയിൽ നിർത്തുന്നതല്ല കേട്ടോ. സിനിമയിൽ വളരെ കാലമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ. അഭിനേതാക്കളായാലും സാങ്കേതിക പ്രവർത്തകരായാലും ഇവരുമായിട്ടെല്ലാം ഏറ്റവും അധികം അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ. ഇവരുടെ കൈകളിലാണ് ഇവരുടെ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റും നമുക്ക് ലഭ്യമാവുക. അതുപോലെ സിനിമയ്ക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും, നമുക്കൊരു ലൊക്കേഷൻ കണ്ടെത്തുന്നതിനായാലും ആ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി വാങ്ങുന്നതിനായാലും ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം, നിർമ്മാതാവിനോടൊപ്പവും സംവിധായകനോടൊപ്പം തുടക്കം മുതൽ ഉണ്ടാവേണ്ട ഒരു വ്യക്തിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. അതുകൊണ്ട് തന്നെ സിനിമയിൽ സജീവമായി നിൽക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരെയാണ് എപ്പോഴും സംവിധായകന്മാർ സെലക്ട് ചെയ്യുക. അങ്ങനെ ഈ പ്രൊഡക്ഷൻ കൺട്രോളറുടെ സഹായത്തോടെ ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യൻസിനെയും ബുക്ക് ചെയ്യുന്നു. തുടർന്ന് മോഡൽ ബഡ്ജറ്റിൻ്റെ അതേ മാതൃകയിൽ യഥാർത്ഥ പ്രതിഫല തുക കണക്കാക്കി ഒരു രേഖ വീണ്ടും തയ്യാറാക്കുന്നു. ഈ രേഖയാണ് ബഡ്ജറ്റ് ഷീറ്റ്. അങ്ങനെ കണക്കാക്കുന്ന തുകയിൽ നിന്നും സിനിമാ നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും ചിലവാക്കിയ മുടക്കുമുതലിന് അധികമൊന്നും വ്യത്യാസം വരില്ല എന്നതാണ് വാസ്തവം. കഴിവുള്ള സംവിധായകർ ബഡ്ജറ്റ് ഷീറ്റിലെ തുകയേക്കാൾ കുറച്ചു മുതൽ മുടക്കാനാവും ശ്രമിക്കുക. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇന്നത്തെ അധികം സംവിധായകരും നിർമ്മാതാക്കളും യാതൊരു പ്ലാനിങ്ങും കൂടാതെയാണ് സിനിമാ നിർമ്മാണത്തിനിറങ്ങുന്നത്. പലരും പൂർണ്ണമായ തിരക്കഥ പോലും ഇല്ലാതെയാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത് തന്നെ. സംവിധായകർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിനേതാക്കളെ മുന്നേ തീരുമാനിക്കുന്നു. ഇവരെ കുത്തിനിറച്ച് തിരക്കഥ എഴുതുക എന്ന ശ്രമകരമായ ജോലി തിരക്കഥാകൃത്തിൻ്റേതാണ്. ഇതുമൂലമുണ്ടാകുന്ന നഷ്ടം പലതാണ്: പണം, സമയം, അധ്വാനം. ഫലമോ 3 കോടി രൂപ ബഡ്ജറ്റ് ഇട്ട് തുടങ്ങുന്ന സിനിമ ഷൂട്ടിംഗ് പൂർത്തിയാകുമ്പോൾ 6 കോടിയും 10 കോടിയും ആകും. അത്രയും പണം കൈവശമില്ലാത്ത നിർമ്മാതാക്കൾ സിനിമ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മാർവാടികളിൽ നിന്നും വൻ പലിശയ്ക്ക് പണം കടമെടുത്ത് സിനിമ പൂർത്തിയാക്കുകയോ ചെയ്യും. ആ സിനിമ തിയേറ്ററിൽ വരാതിരിക്കുകയും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ പരാജയം കൂടിയായാലോ അത് നിർമ്മാതാവിൻ്റെയും സിനിമാ രംഗത്തിൻ്റെയും നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തീരുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരു നല്ല സംവിധായകനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സിനിമയുടെ ഓരോ ഘട്ടത്തിലും വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. പ്ലാനിങ്ങിൻ്റെ അഭാവം നഷ്ടം വരുത്തുക നിർമ്മാതാവിനാണ്. നിങ്ങളെ വിശ്വസിച്ച് പണം മുടക്കുന്ന നിർമ്മാതാവാണ് സിനിമയിൽ വലിയവൻ എന്നോർക്കുക. അയാളെ ബഹുമാനിക്കുക. മറ്റേതൊരു ബിസിനസ് സംരംഭവും നമുക്ക് ആരംഭിക്കുന്നതിന് കോടികളൊന്നും കയ്യിൽ ആവശ്യമില്ലല്ലോ, അല്ലേ? വളരെ കുറച്ച് തുക കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഘട്ടം ഘട്ടമായി അതിനെ വളർത്തിക്കൊണ്ടുവന്ന് വലിയൊരു വ്യവസായമാക്കി മാറ്റുകയാണ് ചെയ്യുക. പക്ഷേ സിനിമയിൽ അങ്ങനെയല്ലല്ലോ. ബിസിനസ് ചെയ്ത് കോടികൾ കൈവശമുള്ള ഒരു വ്യക്തി
സിനിമയെ ഇഷ്ടപ്പെട്ട് വന്ന് ആ സിനിമ ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി താല്പര്യപ്പെട്ട് സിനിമയിലേക്ക് വരുമ്പോൾ അയാളെ മുടിപ്പിക്കാതിരിക്കാൻ കഴിയുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. സിനിമയിൽ കോടികൾ മുടക്കുന്ന ഈ കോടീശ്വരൻ വെയിലത്തിരിക്കുന്നത് കാണാം. ഈ കോടീശ്വരൻ്റെ കയ്യിൽ നിന്നും പ്രതിഫലം വാങ്ങുന്ന അഭിനേതാക്കൾ കാരാവാനിലും ഇരിക്കുന്നത് കാണാം. അതാണ് സിനിമയുടെ പ്രത്യേകത. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിൽ സിനിമ ചെയ്യുന്ന ആളല്ല, മറിച്ച് കുറഞ്ഞ മുതൽ മുടക്കിൽ മികച്ച ടെക്നോളജിയിൽ മികച്ച സിനിമ ചെയ്യുന്ന ആളാണ് ഏറ്റവും മികച്ച സംവിധായകൻ. ഈ ഒരു ബോധ്യം സിനിമ പഠിക്കുന്ന, സംവിധാനം പഠിക്കുന്ന നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുന്നു. ഇത് ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലമാണ്. മറ്റേതൊരു മേഖലയിലും വന്നതുപോലെ തന്നെ സാങ്കേതികപരമായ കുതിച്ചുചാട്ടം സിനിമയിലും സംഭവിച്ചിട്ടുണ്ട്. ഫിലിം ഉപയോഗിക്കുന്ന ക്യാമറകൾക്ക് പകരം കാർഡുകൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ക്യാമറകൾ വന്നു. എഡിറ്റിംഗ്, പ്രോസസ്സിംഗ് തുടങ്ങി സിനിമാ പ്രദർശനം വരെയും എല്ലാം ഡിജിറ്റലായി. മൊബൈൽ ഫോണിൽ വരെയും സിനിമ ഷൂട്ട് ചെയ്യാം എന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടെക്നോളജികൾ എത്ര തന്നെ മാറിയാലും സംവിധായകൻ്റെ ജോലിയിലോ ക്യാമറാമാൻ്റെ ജോലിയിലോ അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സാങ്കേതിക പദപ്രയോഗങ്ങൾക്കോ യാതൊരുവിധ മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. അതായത് സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ, കട്ട് ഇറ്റ്. സമവാക്യങ്ങൾ അന്നും ഇന്നും എന്നും ഒന്ന് തന്നെ എന്നതാണ് സാരം.